എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. തൂലികാ നാമങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തൂലികാ നാമങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എഴുത്തുകാരിൽ ചിലർ തങ്ങളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ യഥാർത്ഥ പേര് നൽകാതെ മറ്റൊരു പേര് നൽകുന്നു. ഇങ്ങനെ നൽകുന്ന പേരാണ് തൂലികാ നാമങ്ങൾ അല്ലെങ്കിൽ പെൻ നെയിം. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തൂലികാ നാമങ്ങൾ ചോദിച്ചിട്ടുണ്ട് LSSന്. എന്നാൽ CM കിഡ്സ് സ്കോളർഷിപ്പായി മാറിയപ്പോൾ നമ്മുടെ ചോദ്യങ്ങളുടെ പാറ്റേൺ മാറിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും. അപ്പോൾ ഏറ്റവും പുതിയ പാറ്റേണിൽ തൂലികാ നാമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരാൻ സാധ്യതയെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ നൽകിയവയിൽ ശരിയായ ജോഡിയായി വരുന്ന തൂലികാ നാമങ്ങൾ ഏതെല്ലാം? 1. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. 2. കോവിലൻ VV അയ്യപ്പൻ. 3. ചെറുകാട് കുഞ്ഞനന്തൻ നായർ. 4. പാറപ്പുറത്ത് KE മത്തായി. അപ്പോൾ ഓപ്ഷൻസ് താഴെ ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ശരിയായ ജോഡികളാണ്. അത് നമ്മൾ ചോദ്യത്തിൽ ശ്രദ്ധിച്ചു വായിക്കണം. കാരണം തെറ്റായ ജോഡികൾ കണ്ടെത്താനുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. തൂലികാ നാമങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം പഠിക്കുന്ന 2 തൂലികാ നാമങ്ങളാണ് ഉറൂബും കോവിലനും ഒക്കെ, അല്ലേ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ തൂലികാ നാമങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഉറൂബിൻ്റെത് PC കുട്ടിക്കൃഷ്ണൻ ശരിയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് PC കുട്ടിക്കൃഷ്ണൻ എന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് വെക്കുകയാണ്. അടുത്തത് കോവിലൻ VV അയ്യപ്പൻ. അതും നിങ്ങൾ പഠിച്ചതാണ്, ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പൊ അതിനും നമ്മൾ അവിടെ ടിക്ക് മാർക്ക് ഇട്ട് വെക്കുകയാണ്. ഇനി അടുത്തതായി വരുന്നത് ചെറുകാട് കുഞ്ഞനന്തൻ നായർ. അത് ശരിയാണോ? അല്ല, ചെറുകാട് എന്നത് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാ നാമമാണ്. അപ്പോൾ ഈ കുഞ്ഞനന്തൻ നായരുടെ തൂലികാ നാമം അല്ല. അപ്പോൾ നമ്മൾ അവിടെ തെറ്റ് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി അവസാനത്തത്, ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ അവിടെ വായന നിർത്തരുത്, മുഴുവൻ ചോദ്യം വായിച്ച് പരിശോധിക്കണം. പാറപ്പുറത്ത് KE മത്തായി. അതും ശരിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ അവിടെ ശരിയിട്ടു. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ശരിയായ ജോഡിയായി വരുന്ന തൂലികാ നാമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ ഏതൊക്കെയാണ് ശരി? 1 ശരി, 2 ശരി, 4 ശരി. 1, 2, 4 എന്ന ഓപ്ഷൻ വരുന്നത് താഴെ ഏതാണ്? D ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? D ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനാണ് സാധ്യതയുള്ളത്. കാരണം നമ്മൾ പുതിയ പാറ്റേൺ പരിചയപ്പെട്ടതാണ്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം കൂടി പരിശോധിക്കാം. താഴെ നൽകിയവയിൽ തെറ്റായ തൂലികാ നാമം ഏത്? A. കാക്കനാടൻ അയ്യപ്പൻ പിള്ള. B. കോവിലൻ VV അയ്യപ്പൻ. C. നന്ദനാർ PC ഗോപാലൻ. D. തിക്കോടിയൻ കുഞ്ഞനന്തൻ നായർ. ഇത് ഓരോന്നും നമ്മൾ പരിശോധിക്കാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ചോദ്യത്തിന്റെ ഓപ്ഷനുകളുടെ ഒരു ക്രമം അതായത് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ നോക്കുകയാണ്. തിക്കോടിയൻ കുഞ്ഞനന്തൻ നായർ, D ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ശരിയായൊരു ഓപ്ഷനാണ്. കുഞ്ഞനന്തൻ നായരുടെ തൂലികാ നാമമാണ് തിക്കോടിയൻ. അപ്പോൾ നമ്മൾ ശരിയിട്ട് വെച്ചു. അടുത്തത് നന്ദനാർ PC ഗോപാലൻ. PC ഗോപാലൻ എന്ന എഴുത്തുകാരന്റെ തൂലികാ നാമമാണ് നന്ദനാർ. ശരിയാണ്, അതിന് നമ്മൾ ടിക്കറ്റ് വെച്ചു. കോവിലൻ VV അയ്യപ്പൻ നമ്മൾ തൊട്ട് മുൻപുള്ള ചോദ്യത്തിൽ പരിശോധിച്ച കാര്യമാണ്, ശരിയാണ്. കാക്കനാടൻ അയ്യപ്പൻ പിള്ള, അത് ശരിയായിട്ടുള്ളൊരു ജോഡി അല്ല. കാരണം കാക്കനാടൻ എന്നുള്ളത് ജോർജ് വർഗീസിന്റെ തൂലികാ നാമമാണ്, അയ്യപ്പൻ പിള്ളയുടേത് അല്ല. അപ്പോൾ നമ്മൾ അവിടെ തെറ്റിട്ടു. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? തെറ്റായ തൂലികാ നാമം ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ തെറ്റായത് ഏതാണ്? A ആണ്. കാക്കനാടൻ അയ്യപ്പൻ പിള്ള എന്നുള്ള ഓപ്ഷനാണ് തെറ്റ്. അപ്പോൾ നമ്മൾ അതിന് ശരിയിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ ഓപ്ഷൻസ് ഒക്കെ മാറിയിട്ട് തെറ്റായതും ശരിയായതും സെലക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച്
തൂലികാനാമങ്ങൾ പഠിക്കുക കൂടി വേണം. അപ്പോൾ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് തൂലികാനാമങ്ങൾ പഠിക്കാൻ പോവുകയാണ്. എല്ലാ തൂലികാനാമങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ ഗൈഡിലൊക്കെ ഒരുപാട് തൂലികാനാമങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം പ്രധാനപ്പെട്ടതിൽ കുറച്ച് തൂലികാനാമങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം. ഉറൂബ് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൂലികാനാമമാണ് ഉറൂബ്. ഉറൂബ് എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ്? യെസ്, PC കുട്ടിക്കൃഷ്ണൻ. അപ്പൊ നമുക്കൊരു കോഡിലൂടെ ട്രിക്ക് വെച്ച് ഈ തൂലികാനാമം ഒന്ന് പഠിക്കാം. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. കൃഷ്ണൻ, നമ്മുടെ ദൈവം ഉണ്ടല്ലോ കൃഷ്ണൻ, ആ കൃഷ്ണൻ കുട്ടിയായ സമയത്ത് വളരെ കുറുമ്പ് കാണിച്ചിരുന്നു, വളരെയധികം കുറുമ്പ് കാണിച്ചിരുന്നു. അപ്പോൾ ആ കൃഷ്ണൻ കുട്ടിയായ സമയത്ത് കുട്ടിക്കൃഷ്ണൻ കുറുമ്പ് കാണിച്ചു. ആ കുറുമ്പും ഉറൂബും തമ്മിൽ കണക്ട് ചെയ്യണം. ആ രീതിയിൽ ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം, പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും. ഓക്കെ, അടുത്തത് കോവിലനാണ്. കോവിലൻ ആരുടെ തൂലികാനാമമായിരുന്നു? കോവിലൻ VV അയ്യപ്പന്റെ തൂലികാനാമമാണ്. ഇതിനുള്ളൊരു കോഡ് എന്താണ്? അയ്യപ്പൻ, നമ്മുടെ ശബരിമലയിലുള്ള അയ്യപ്പൻ ഉണ്ടല്ലോ ദൈവം, അദ്ദേഹം എവിടെയാണുള്ളത്? കോവിലിലാണ്. അമ്പലം, കോവിലിന് എന്താണ് അമ്പലം എന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ. അപ്പോൾ കോവിലിലാണ് ആരുള്ളത്? അയ്യപ്പൻ. അപ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടിയില്ലേ അവിടെ? കോവിലൻ VV അയ്യപ്പൻ, ആ ഒരു കണക്ഷൻ വെച്ചിട്ട് വേണം ഈ കോവിലൻ VV അയ്യപ്പൻ എന്നുള്ള ഒരു ജോഡി പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഒരു തൂലികാനാമത്തിലേക്ക് പോകാം. ചെറുകാട്. ചെറുകാട് എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഗോവിന്ദ പിഷാരടിയാണ് അല്ലെ. അപ്പോൾ ഇതിനുള്ള ഒരു കോഡ് എന്താണ്? കാടാണ്, ചെറിയ കാടാണ്, ഒരു കാടാണ്. അതിലൂടെ അടിവെച്ച് നടന്നു പോവുകയാണ് ഗോവിന്ദൻ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ചെറുകാട്, കാട്ടിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ അടിവെച്ച് നടന്നു പോകുന്നത്, പിഷാരടി, അടിവെച്ച് നടന്നു പോകുന്ന ആ ഒരു വേർഡ് കണക്ഷൻ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്നുള്ള തൂലികാനാമം എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. നമ്മൾ അടുത്ത തൂലികാനാമത്തിലേക്ക് പോവുകയാണ്. പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്നുള്ളത് ആരുടെ തൂലികാനാമം ആണ്? KE മത്തായി. ഓക്കെ, KE മത്തായിയുടെ തൂലികാനാമമാണ് പാറപ്പുറത്ത്. ഇത് പഠിക്കാനുള്ള നമ്മുടെ ട്രിക്ക് എന്താണ്? കുറച്ച് രസകരമായിട്ടുള്ള ട്രിക്കാണ്. നമ്മൾ നല്ല മധുരമുള്ള പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മത്ത് പിടിക്കും അല്ലെ, തലയ്ക്കൊരു മത്ത് പിടിച്ചത് പോലെ തോന്നും. അപ്പൊ ഈ പായസമൊക്കെ കുടിച്ച് മത്തായിട്ട് എവിടെ പോയാ കിടന്നത്? പാറപ്പുറത്ത്. അപ്പൊ പാറപ്പുറത്താണ് പായസമൊക്കെ കുടിച്ച് മത്തായിട്ട് കിടന്നത്. അപ്പോ KE മത്തായി, പാറപ്പുറത്ത്, ആ ഒരു കണക്ഷൻ നമ്മൾ ആ ഒരു കോഡിലൂടെ വേണം ആലോചിച്ചു നോക്കാൻ. ഇനിയാണ് അടുത്തത് കാക്കനാടൻ. കാക്കനാടൻ മുൻ വർഷത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്, LSS പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആരുടെ തൂലികാനാമമാണ് കാക്കനാടൻ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇനിയുള്ള പരീക്ഷകളിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഉണ്ടാവുക, ഓപ്ഷൻ തന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട, നമ്മൾ പരിശീലിച്ച രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാക്കനാടൻ എന്നുള്ളത് ജോർജ് വർഗീസിന്റെ തൂലികാനാമമാണ്. ഇത് പഠിക്കാൻ എന്താണ്? കാക്ക നല്ല ജോറായിട്ട് ഈ ഭക്ഷണ സാധനങ്ങൾ കൊത്തി തിന്നുന്നുണ്ട്. കാക്ക നല്ല ജോറായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ കാക്കനാടൻ ജോർജ് വർഗീസ്. അപ്പോൾ കാക്കനാടൻ ജോർജ് വർഗീസ് എന്നുള്ളത് ആ ഒരു രീതിയിൽ വേണം പഠിക്കാൻ. ഇനിയുള്ളത് നമുക്ക് മറ്റുള്ള കുറച്ച് തൂലികാനാമങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഒന്ന് പറഞ്ഞു പോകാം. നന്ദനാർ എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ്? PC ഗോപാലൻ എന്ന എഴുത്തുകാരന്റെ തൂലികാനാമമാണ്. അത് നമ്മൾ പഠിച്ചു വെക്കണം. തിക്കോടിയൻ എന്നുള്ളത് ആരുടെ തൂലികാനാമമാണ്? കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. ഒളപ്പമണ്ണ, കഴിഞ്ഞ വർഷത്തെ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒളപ്പമണ്ണയുടെ കവിതയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം. ഒളപ്പമണ്ണ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം.
ഇനി ഇന്ദുചൂടൻ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ പരിസര പഠനത്തിൽ, കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല ഈ വർഷത്തെ പരിസര പഠനത്തിലുണ്ട്. നമ്മുടെ പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഇന്ദുചൂടൻ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? കെ നീലകണ്ഠൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പരിസര പഠനത്തിലെ പക്ഷികളുമായി ബന്ധപ്പെട്ട പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. ഇന്ദുചൂടൻ, കെ നീലകണ്ഠൻ നിർബന്ധമായും പഠിച്ചു വെക്കണം. ബെന്യാമിൻ, നമ്മുടെ ആടുജീവിതമൊക്കെ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ് ബെന്യാമിൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബെന്നി ഡാനിയേൽ എന്നാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പേരാണ്. ബെന്യാമിൻ, ബെന്നി ഡാനിയേൽ. അടുത്തതാണ് വിലാസിനി. വിലാസിനി എന്നുള്ളത് ആരുടെ തൂലികാ നാമമാണ്? വിലാസിനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സ്ത്രീ ആയിരിക്കുമെന്നാണ് പെട്ടെന്ന് കരുതുക. പക്ഷെ അത് MK മേനോന്റെ തൂലികാ നാമമാണ് വിലാസിനി എന്നുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആനന്ദ്, പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ളതാണ്. ആനന്ദ് എന്നുള്ളത് ആരാണ്? P സച്ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. ഇനിയാണ് ആശാ മേനോൻ. അത് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് സ്ത്രീയാണെന്ന് കരുതും. പക്ഷേ K ശ്രീകുമാർ എന്ന എഴുത്തുകാരന്റെ തൂലികാ നാമമാണ് ആശാ മേനോൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ നൽകിയിട്ടുള്ളൂ. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകങ്ങളിലും ഗൈഡുകളിലും ഒക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് തൂലികാ നാമങ്ങൾ മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം കൂടി, ഇത് ഒന്ന് വായിച്ചു നോക്കാം. താഴെ നൽകിയവയിൽ ശരിയായ ജോഡിയായി വരുന്ന തൂലികാ നാമങ്ങൾ ഏതെല്ലാം? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശരിയായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. 2 വിലാസിനി, ലീലാവതി അമ്മ. 3 നന്ദനാർ, കുഞ്ഞനന്ദൻ നായർ. 4 പാറപ്പുറത്ത് KE മത്തായി. ഇനി ഏതൊക്കെയാണ് ശരിയായത് എന്നാണ് കണ്ടെത്തേണ്ടത്. 1ഉം 2ഉം ശരിയാണ്, അല്ലെങ്കിൽ 2ഉം 3ഉം ശരിയാണ്, അല്ലെങ്കിൽ 3ഉം 4ഉം ശരിയാണ്, അതുമല്ലെങ്കിൽ 1ഉം 4ഉം ശരിയാണ്. ഇതിൽ ഏതാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ ക്ലാസ്സിൽ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞ പേരുകളാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ.